ഹായ്, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നേ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിന് എടുക്കാനായിട്ട് നമുക്കൊരു സാരി ചെയ്യാം, അല്ലെങ്കിൽ ചുരിദാർ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ സാരിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്രിസ്മസിൻ്റെ പ്രത്യേകത എന്താണ്? അന്ന് എല്ലാവരും ഒരു വൈറ്റ് റെഡ് കോമ്പിനേഷൻ വരുന്ന ഡ്രസ്സുകളായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനും കരുതി നമുക്ക് അതുപോലത്തെ ഒരു ചുങ്കിടി ഡിസൈനിലൊരു സാരി ചെയ്തെടുത്താലോ എന്ന്. എന്തായാലും ഓഫീസിലും മറ്റും ക്രിസ്മസ് സെലിബ്രേഷൻ വരുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു സാരിയുടെ കളർ ചെയ്യുന്ന ഒരു വിദ്യയാണ് ഇന്ന് നിങ്ങൾക്കും കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ചെയ്തു നോക്കണേ. കുറച്ച് പണിമെനക്കേടുണ്ടെങ്കിലും വളരെ നമുക്ക് മനസ്സിന് തൃപ്തികരമായ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. അതിനായിട്ട് എൻ്റെ കയ്യിലൊരു പഴയ സെറ്റ് സാരിയാണ് ഉണ്ടായിരുന്നത്. അതിന് ഞാൻ ചെറുതായിട്ട് മടക്കിയെടുത്തു. അതായത് നിവർത്തിയിട്ടിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് അതിന് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ഫ്ലീറ്റ് എടുക്കുന്ന പോലെ തന്നെ ചെറുതായിട്ട് മടക്കി ഇട്ടു. അതിനുശേഷം എൻ്റെ കയ്യിരിക്കുന്ന ടോയ് നൂല് കണ്ടോ, ഇച്ചിരി കുറച്ച് കട്ടിയുള്ള ഒരു നൂലാണ് കേട്ടോ. അത് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ആ ഒരു റോളിന് 30 രൂപയാണ്. നമുക്ക് പല കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ ഒരെണ്ണം വാങ്ങി. എന്നിട്ട് അത് നമ്മൾ ആ നൂലെടുത്തിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമുക്ക് ഏത് ഡിസൈനാണോ നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്നത്, നമുക്ക് ആഗ്രഹമുള്ള അതേ പാറ്റേണിലോട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതേ രീതിയിൽ ഞാൻ ഈ ചുറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒരു നൂലിൻ്റെ പൊക്കത്തായിട്ട് ചുറ്റിപ്പോവരുത് ഒരിക്കലും. അത് കുറച്ച് ഇങ്ങനെ പരത്തി വേണം ചുറ്റിപ്പോകാൻ. എങ്കിൽ മാത്രമേ നമ്മൾ എത്രത്തോളം ആ ഒരു ഇതിനെ വൈറ്റ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതി വേണം എല്ലാവരും അത് കെട്ടി നോക്കാനായിട്ട് കേട്ടോ. ഞാൻ അങ്ങനെ ആദ്യം ഒരു ഭാഗത്ത് കെട്ടിയിട്ടു. അതായത് കുറച്ച് തുമ്പെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കസവ് വരുന്ന അവിടെ നിന്ന് കുറച്ച് പിടിച്ചിട്ട് ഇതുപോലെ കുറച്ച് ഒരു കെട്ട് കൊടുത്തു. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഒരു 3 കെട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 3 കെട്ട് നിരത്തി കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ലൈൻ വരുമല്ലോ, ആ ഒരു രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു. അങ്ങനെ 3 വശത്തും ഞാൻ കെട്ടിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ഹാഫ് പോർഷനേ ഇട്ടുള്ളൂ. ഇനി ഒരു പകുതി പോർഷൻ കിടപ്പുണ്ട്. ആ ഭാഗത്ത് ഞാൻ ഇതുപോലൊരു ഡിസൈൻ, അതായത് ചെറിയൊരു വട്ടത്തിലും പിന്നെ വേറൊരു വട്ടത്തിലും കൂടെ ഒരു വൈറ്റ് കളർ വരാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉദ്ദേശം എവിടം വരെ എത്തുമെന്ന് നമുക്ക് ലാസ്റ്റ് റിസൾട്ട് നോക്കി അറിയാം. കാരണം എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ മാത്രമാണിത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കെട്ടിട്ട് കൊടുത്തിട്ട് ശേഷം അതിൻ്റെ അടിയിൽ വീണ്ടും നമ്മൾ നൂല് കൊണ്ടൊരു കെട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ 2 കെട്ടാണ് കേട്ടോ അതിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. നന്നായിട്ട് വെള്ളം തിളയ്ക്കണം. കാരണം നല്ല ചൂട് വെള്ളത്തിലാണ് നമുക്ക് ഈ കളർ പൊടി ചേർക്കേണ്ടത്. അപ്പോൾ വെള്ളം നല്ല വെട്ടിത്തിളയ്ക്കണം, നല്ല ചൂട് വേണം. അപ്പം ഇതാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയ കദം എന്ന ഒരു കമ്പനിയുടെ കളർ പാക്കറ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു റെഡ് മെറൂൺ കളറാണ്. അപ്പോൾ അതെടുത്തിട്ട് ഇത് ഡൈ ഫിക്സർ ആട്ടോ. അതായത് നമ്മൾ കളർ മുക്കിയ ശേഷം നമുക്ക് കളർ പോകാതിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ലിക്വിഡും കൂടെയാണ്. ശേഷം നമ്മൾ ഇനി കുറച്ച് ഉപ്പ്, അത് കോട്ടൺ ഡ്രസ്സുകളൊക്കെ മുക്കുന്ന നേരത്ത് എപ്പോഴും കല്ലുപ്പോ പൊടിയുപ്പോ, നമ്മുടെ കൈവശം കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പിടുക, അല്ലെങ്കിൽ പൊടിയുപ്പ് ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുക. അതിനുശേഷം ഒരു ബൗളിലൊരു നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ പൊടി, ഞാൻ എടുത്തിരിക്കുന്ന കളർ ഇതാണ്. ആ കളർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, എന്ത് രസമാണ്. അപ്പോൾ ആ കളർ എടുത്തിട്ട് ഒരു ബൗളിലെടുത്തിട്ട് ഇനി നമ്മൾ തിളപ്പിച്ചിരിക്കുന്ന ആ വെള്ളമില്ലേ, ആ വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം. കാരണം നേരെ ചിലപ്പോൾ പൊടി ഇടുമ്പോൾ കെട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് രണ്ടും കൂടി ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിലോട്ട് ചേർക്കാൻ. അപ്പോൾ ഒരു ചെറിയൊരു കമ്പ് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് മരത്തെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അത് ശരിയായി കിട്ടുമല്ലോ. എന്നിട്ട് നമുക്കിനി തിളച്ചിരിക്കുന്ന ആ വെള്ളമില്ലേ, അതിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ റെഡ് കളറ് നമുക്ക് നല്ല റെഡ്
കളറായിട്ടുണ്ട് കേട്ടോ വെള്ളം. ഇപ്പോൾ ആവി വരുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നമുക്ക് താഴത്തോട്ടെടുത്ത് വെക്കാം, അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാരി ഉണ്ടല്ലോ, ആ സാരി ഇതുപോലെ കെട്ടിയിടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയായിരുന്നു, സാധാ വെള്ളത്തിൽ, അതായത് നനവോട് കൂടി വേണം നമുക്ക് ഈ കളറിലോട്ട് മുക്കാൻ. ഇല്ലെങ്കിലുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ചിരിക്കും. അപ്പം നമ്മൾ നനഞ്ഞിരിക്കുന്ന ആ സാരി ഒന്ന് പിഴിഞ്ഞ് ഈ കളറിലോട്ട് മുക്കുവാണ് കേട്ടോ. അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താകുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ലാസ്റ്റ് നമുക്ക് കാണാം എന്താവും എന്നുള്ളത്. അതിനുശേഷം എല്ലാ ഭാഗത്തും കളറുകൾ കയറുന്നതിനാവശ്യമായിട്ട് ഒരു ചെറിയൊരു കോല് വെച്ചിട്ട് കുത്തുക. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തപ്പോഴേക്കും എൻ്റെ കയ്യിലൊരു കയ്യറയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുഞ്ഞുവാവയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കെമിക്കലാണല്ലോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ഞാനൊരു കയ്യറ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു എന്താ അതിനകത്ത് കളർ ഫിക്സിനുള്ള ആ ഒരു എന്താ നമ്മുടെ കളർ പോകാനിരിക്കാൻ ഒരു ലിക്വിഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ആ ലിക്വിഡാണ് കേട്ടോ ഇത്. അത് നമ്മൾ ചേർത്ത് ബക്കറ്റിലൊരു സാധാ വെള്ളം എടുക്കുക. സാധാ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അവരങ്ങ് ഞെക്കി പീച്ച് എടുത്തു, അതിൻ്റെ ശകലം പോലും വെച്ചേക്കരുത് കേട്ടോ. എന്നിട്ട് അതെടുത്തിട്ട് നമുക്കിനി അതുകൊണ്ട് ഒരു കമ്പോ പോലെ വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മുക്കി വെച്ചിരിക്കുന്ന തുണി ഒരു അരമണിക്കൂറോളം ഞാൻ അതിനകത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് നല്ല ചൂട് തിളച്ച വെള്ളം കേട്ടോ. അപ്പോൾ നിങ്ങൾ കൈയൊക്കെ പിടിക്കും, ഞാനൊരു അഭ്യാസം ചെയ്യാണ്ട് കുഴപ്പമില്ല, നിങ്ങൾ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ, ഇല്ല കൈയൊക്കെ പൊള്ളും. അപ്പോൾ ഞാനിതെടുത്തു, അതൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മളിനി ആ ഫിക്സർ ഇട്ട് ആ വെള്ളത്തിൽ ലിക്വിഡിൽ ഒഴിച്ച ആ വെള്ളത്തിലേക്ക് നമുക്കിനി ഇതിനെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിനിട്ട് കൊടുത്ത് അതും ഒരു 10-15 മിനിറ്റ് അതിൻ്റെ അകത്ത് ആ വെള്ളത്തിൽ വെച്ചേക്കണം കേട്ടോ. കാരണം അതിൻ്റെ കളറൊക്കെ ഒന്ന് അതിൻ്റെ അകത്ത് അഡീഷണലായിട്ട് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ആ കളറൊക്കെ ഒന്ന് ഇളകി പോവുകയും പിന്നെ അതിൻ്റെ അകത്ത് ആ കളറ് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ ലിക്വിഡിൽ മുക്കുന്നത്. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്കിത് ഒന്ന് പിഴിഞ്ഞെടുത്ത് നോക്കാം. നോക്കിക്ക് അടിപൊളി കളറല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഒറ്റൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നമ്മൾ ആ കെട്ടി വെച്ചിരിക്കുന്ന ആ നൂലിൻ്റെ ഇടയ്ക്കൊക്കെ എങ്ങനെയായിട്ടുണ്ടെന്നുള്ളത് റിസൾട്ട് നമുക്ക് ലാസ്റ്റ് അറിയാം. കാരണം എന്താണെന്ന് എനിക്കും അറിയില്ല, നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. അപ്പം നമ്മളത് പിഴിഞ്ഞൊക്കെ കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ കളറിനെ നിങ്ങൾ പേടിക്കാൻ വേണ്ടി കളർ പോകണം കണ്ടിട്ട് അതിനകത്ത് കൂടുതലായിട്ട് വന്നിട്ടുള്ള ആ ഒരു കളറ് അതങ്ങ് പോകുന്ന കേട്ടോ, പേടിക്കാനൊന്നുമില്ല. പിന്നെ നമ്മളിത് അത് തൂക്കിയിട്ട ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ കെട്ടുകൾ ഓരോന്നായിട്ട് അഴിച്ചു കൊടുക്കണം. അഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ക്രിസ്മസിനാണോ അതോ വേറെ വല്ല സ്ഥലത്ത് എടുക്കാനാണോ കൊള്ളാൻ പറ്റുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ക്രിസ്മസിന് ഉടുത്തേ പറ്റുള്ളൂ, അതിനുവേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു കത്രിയൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് കണ്ടിച്ച് നോക്കാം കേട്ടോ. ഞാൻ നൂലൊക്കെ അഴിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ലാസ്റ്റ് കാണാം, നോക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ, നോക്കേ, കണ്ടോ എന്തോ ആയിട്ടുണ്ട്. ആഹാ, കൊള്ളാല്ലേ, സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇത് ആ കുഞ്ഞു ഡിസൈനില്ലേ, ഇനി അതാണ് ഒരു ടെൻഷൻ. ഇനി അതെന്താവും നമുക്ക് നോക്കാം കേട്ടോ. അതിനി പയ്യെ അതിരുന്ന് കുറച്ച് മെനക്കേടുണ്ട് കേട്ടോ, അതൊക്കെ ഇരുന്ന് അഴിക്കാനുണ്ട്. നല്ല കെട്ടി വെച്ചേക്കുന്നത്, നല്ല ടൈറ്റായിട്ടാണ് കെട്ടി വെച്ചേക്കുന്നത്. അത് അഴിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് നോക്കാം നമ്മുടെ സാരിയുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട്. എൻ്റെ സാരി നോക്കിക്കേ, സൂപ്പറല്ലേ, അടിപൊളി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇപ്പോൾ ഒരു കടയിൽ ചെന്നൊരു ചുങ്കിടി സാരി തരാമെന്ന് ചോദിച്ചാൽ എടുത്തു തരുന്ന ആ ഒരു സാരിയുടെ ഒരു ഫീൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസിന് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാരിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കൊച്ചു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.